ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹുമ ഡിസൈൻസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് ഈ ഒരു ഡ്രസ്സുമായിട്ടാണ്. അപ്പൊ കുറെ നാളായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സാധനം കിട്ടിയപ്പോ അതിലാണെങ്കിൽ ഒരു വർക്കും ഇല്ലാത്ത ഒരു സാധനമായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത് എടുക്കണേക്കായി മുമ്പ് ആദ്യം ഒന്നും വേണ്ട എന്ന് വെച്ചെങ്കിലും പിന്നെ വിചാരിച്ചു നമുക്കൊന്ന് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് വാങ്ങിയ സാധനമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇതിലൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡിസൈൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഡിസൈനിനെ ഈ ക്ലോത്തിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ക്ലോത്തിലേക്ക് വരയ്ക്കണേന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ ഡിസൈനില്ലേ, ഈ ഡിസൈന് ഇവിടെ യോക്കിന്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ചെറിയ ഡിസൈനിന് അങ്ങനെ മൊത്തത്തിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് വരച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണേ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതിൽ എന്തൊക്കെ എംബ്രോയിഡറി വർക്ക്സ് ആണ് ചെയ്യണേ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാനിപ്പോ ഇവിടെ ഈ ഡിസൈനിന്റെ ചുറ്റും ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവറിന്റെ ഈ ഇതളുകളില്ലേ, ഇതളിലാണ് ഞാനിവിടെ ആദ്യത്തെ എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറ്റിൻ വർക്കാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എല്ലാത്തിന്റെയും ഓരോന്ന് വീതമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കിത്തെ മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സെയിം കളറാണ് ഫ്ലവറിന്. ഇത് എടുത്തേക്കുന്ന നൂലിന്റെ ഇഴ 4 ഇഴയാണ്. സാധാരണ സാറ്റിൻ ചെയ്യുമ്പോൾ അത്ര വേണ്ട, പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ടും ധൃതി കൂടുതലുള്ളത് കൊണ്ടും 4 എടുത്തുന്നുള്ളൂ. അല്ലെങ്കിൽ 2 ഇഴ എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഭംഗിക്ക് നമുക്കത് കിട്ടും. ഇപ്പൊ നമ്മൾ ഇതില് ഫ്ലവറിന്റെ ഒരു ഇതില് തീരാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിന്റെ ചുറ്റുമുള്ള ഇതളുകളും ചെയ്തെടുക്കാം. ഞാനപ്പോ ഇത് ഇവിടെ കെട്ടിട്ട് നിർത്താണ്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലവറിന്റെ സെന്റർ നമുക്ക് ഫ്രഞ്ച് നോട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാതെ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലവറിന്റെ ഈ ഏതിളുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നതായിരിക്കും ഭംഗി. എന്തായാലും ഇപ്പൊ ഞാൻ ഫ്രഞ്ച് നോട്ട് കൊടുത്ത് കാണിക്കാം. ഫ്രഞ്ച് നോട്ടിന് ഞാനിവിടെ 6 ഇഴ നൂലിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഫ്രഞ്ച് നോട്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി നമുക്ക് ലീഫ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാരണ ലീഫിന് എല്ലാവരും സാറ്റിനൊക്കെയാണ് കൊടുക്കല്. നമുക്കിന്ന് ഫിഷ് ബോൺ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ലീഫിന്റെ ഒരു മോളിന്ന് ഏകദേശം ഒരു നടുക്ക് വന്ന രീതിയിൽ താഴേന്ന് കുത്തിയെടുക്കണം.
നമുക്ക് ഇതിൽ കുറച്ച് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതേപോലത്തെ കമ്പുകള്, അതേപോലെ ഈ ഫ്ലവറിന്റെ സൈഡിൽ കൂടെയൊക്കെ ഓരോ ലൈൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നൂലാണ് എടുത്തേക്കുന്നത്. അപ്പൊ സ്റ്റെം സ്റ്റിച്ചും ഞാനിവിടെ ഇത്രയാണ് കാണിച്ചു നൽകണുള്ളൂ. അപ്പൊ നമ്മളിവിടെ സ്റ്റെം ചെയ്തതിന്റെ ഈ അറ്റത്തെ കൊമ്പുകളിൽ ഞാനൊരു ഫ്രഞ്ച് നോട്ട് വീതം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഫ്രഞ്ച് നോട്ട് ഇവിടെ ചെയ്ത് കാണിച്ചേക്കുന്നത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഡ്രസ്സിന്റെ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പ് പോലെയുള്ളത് നമ്മൾ ഈ കാണിച്ച് സ്റ്റെം ചെയ്തിട്ട് അതിന്റെ ഈ ലീഫിന് നമുക്ക് സാറ്റിൻ കൊടുത്താണ് ചെയ്യുന്നത്. സാറ്റിൻ ഓൾറെഡി ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കൂടാതെ ഫ്രഞ്ച് നോട്ട് ഇതിന്റെയും സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കാണുന്ന സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്തതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് അതിന്റെ ഡിസൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലീഫ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് കമ്പിന് സ്റ്റെം ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ നോക്കി നമ്മുടെ എംബ്രോയിഡറി വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ആ പഴയ ലുക്ക് കണ്ടപ്പോ എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായില്ല ഈ സാധനം കാണാന്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതില് നല്ല അത്യാവശ്യം ഹെവി വർക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. മാത്രമല്ല നമ്മള് ആദ്യം തുടക്കത്തിൽ ഇതിന്റെ 2 ഫ്ലവർ ആയിരുന്നു നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷെ ഇത് ഒരെണ്ണം ചെയ്തപ്പോ തന്നെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മറ്റേത് ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല സമയം ഇച്ചിരി എനിക്ക് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം. കൂടാതെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.